പത്രാധിപർ പത്മഭൂഷൺ സുകുമാരൻ്റെയും കൗമുദി ബാലകൃഷ്ണൻ്റെയും പിന്തുടർച്ചക്കാരനായി ഒരു പത്രാധിപർ ഉണ്ടായിരുന്നത് കേരളകൗമുദി കലാകൗമുദി പത്രാധിപരായിരുന്ന MS മണിയാണ്. 3 വർഷം മുമ്പ് അദ്ദേഹം നമ്മെ വിട്ടുപോയെങ്കിലും പത്രാധിപർ എന്ന നിലയിൽ അദ്ദേഹം മാധ്യമരംഗത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന മാധ്യമ പ്രവർത്തകരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും അദ്ദേഹം സന്നദ്ധമായിരുന്നു. കേരളകൗമുദിയിൽ 18 വർഷത്തോളം ജോലി ചെയ്യുന്ന കാലത്ത് പല സന്ദർഭങ്ങളിൽ ഉന്നതർക്കെതിരെ വാർത്ത എഴുതി അവർ പരാതിയുമായി പത്രാധിപരുടെ അടുത്തെത്തിയ ഒട്ടനവധി സംഭവങ്ങളുണ്ട്. അതിലൊരു സംഭവം മാത്രം ഞാൻ ഓർക്കുകയാണ്. MV രാഘവൻ മന്ത്രിയായിരിക്കുമ്പോൾ പറശ്ശിനിക്കടവിൽ നിന്നും മലമ്പുഴ സ്നേക്ക് പാർക്കിൽ നിന്നും പാമ്പിൻ വിഷം കടത്തുന്നു, ഹോങ്കോങ്ങിലേക്ക് കടത്തുന്നു എന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തു. കേരളകൗമുദിയിൽ മെയിൻ സ്റ്റോറിയായി എല്ലാ എഡിഷനിലും ആ വാർത്ത വന്നു. വാർത്ത വന്ന ദിവസം മന്ത്രി MV രാഘവൻ ചീഫ് എഡിറ്ററെ വിളിച്ചു. ചീഫ് എഡിറ്ററെ വിളിച്ചിട്ട് അദ്ദേഹം ചോദിച്ചത്, എങ്ങനെ പാലക്കാട് ലേഖകൻ കണ്ണൂർ പറശ്ശിനിക്കടവിലെ പാമ്പിൻ വിഷം കടത്തിനെ കുറിച്ച് എഴുതും, പാലക്കാട് ലേഖകന് എന്താ കാര്യം എന്നാണ് ചോദിച്ചത്. അപ്പോൾ മണിസാറിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ സ്വാതന്ത്ര്യം, പത്രത്തിൻ്റെ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്താൽ അത് അദ്ദേഹം ഒരിക്കലും സഹിക്കുമായിരുന്നില്ല. പെട്ടെന്നായിരുന്നു മറുപടി, എൻ്റെ ലേഖകൻ ചിലപ്പോൾ നാളെ വാഷിങ്ടണിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്ന് വരാം, അത് തീരുമാനിക്കുന്നത് പത്രാധിപരായ ഞാനാണ്, നിങ്ങളല്ല. ഇത്തരത്തിലായിരുന്നു പ്രതികരണം. പക്ഷേ MV രാഘവൻ ആ വാർത്തയ്ക്കെതിരെ തലശ്ശേരി കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന AP വിശ്വനാഥനും മണിസാറും എന്നോട് ആ വാർത്തയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഉടനെ തന്നെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് ഈ പാമ്പിൻ വിഷം കടത്തിനെ കുറിച്ച് അന്വേഷണം നടത്തുകയും അത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. മാതൃഭൂമിയുടെ ഹൈക്കോടതി ലേഖകനായിരുന്ന ഷാഹിദിൻ്റെ സഹായത്തോടെ ഞാൻ ആ അന്വേഷണ ഫയൽ ഹൈക്കോടതിയിൽ നിന്ന് സംഘടിപ്പിക്കുകയും അത് മണിസാറിന് കൈമാറുകയും ചെയ്തു. അപ്പോൾ എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ട് കേരളകൗമുദിയുടെ അഭിഭാഷകൻ മന്ത്രിയായിരുന്ന MVRന് മറുപടി നൽകുകയും MVR തലശ്ശേരി കോടതിയിൽ ഫയൽ ചെയ്ത ആ കേസിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. ആലോചിച്ചു നോക്കേണ്ടത്, ഇന്ന് ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ഏതെങ്കിലും ഒരു മന്ത്രി ഇത്തരത്തിൽ ഒരു കേസ് കൊടുത്താൽ എന്തായിരിക്കും ആ മാധ്യമ പ്രവർത്തകന്റെ അവസ്ഥ? ആ മാധ്യമ സ്ഥാപനം എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? മന്ത്രി ഇത്തരത്തിൽ നേരിട്ട് ചീഫ് എഡിറ്ററോട് സംസാരിച്ചാൽ എന്തായിരിക്കും ചീഫ് എഡിറ്റർമാരുടെ സമീപനം? ഇന്ന് കേരളത്തിൽ ഉള്ള അവസ്ഥ, അച്ചടി മാധ്യമങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളായാലും അവയുടെ തലപ്പത്ത് പത്രാധിപന്മാരില്ല എന്നതാണ്. എഡിറ്റർമാരില്ലാതെ ഇറങ്ങുന്ന പത്രങ്ങളും ദൃശ്യ മാധ്യമങ്ങളുമാണെന്ന് കേരളത്തിലുള്ളത്. എഡിറ്റർമാരില്ല എന്ന് പറയുമ്പോൾ സാങ്കേതികമായി അത് ശരിയല്ല. എഡിറ്റർ എന്ന് പേരുള്ള ആളുകൾ എല്ലാ സ്ഥാപനങ്ങളുടെയും തലപ്പത്തുണ്ട്. പക്ഷെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പത്ര മുതലാളിമാരാണ്, മാധ്യമ മുതലാളിമാരാണ്. അപ്പോൾ മാധ്യമ മുതലാളിമാർ പത്രാധിപന്മാരെ നിയന്ത്രിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് നാം മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് CP രാമേന്ദ്രനെയാണ്. ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ എഡിറ്ററായിരുന്ന CP അവിടെ പത്രാധിപരായിരിക്കെ തന്നെ
പത്ര ഉടമയുമായി തെറ്റുകയും ജീവനക്കാരെ പിരിച്ചുവിട്ടത് ചോദ്യം ചെയ്ത് ബെർലയ്ക്കെതിരെ കേസ് കൊടുത്ത് വിജയിക്കുകയും ചെയ്ത പത്രാധിപരായിരുന്നു CP രാമേന്ദ്രൻ. ഒറ്റപ്പാലത്തുകാരനായ തൻ്റെ ജീവിത സായാഹ്നത്തിൽ പറളയിലായിരുന്നു CP താമസിച്ചിരുന്നത്. CPയുടെ സ്മാരകമായി പാലക്കാട് പ്രസ് ക്ലബിൽ ഞങ്ങൾ സ്മാരകം നിർമ്മിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ CPയെ പോലുള്ള പത്രാധിപന്മാർ നമുക്കുണ്ടായിരുന്നു. കാരണം പത്രമുതലാളിക്കെതിരെ, ജീവനക്കാർക്ക് വേണ്ടി പത്രമുതലാളിക്കെതിരെ കേസ് കൊടുക്കാനും വിജയം നേടാനും അതിനുശേഷം ആ പത്രാധിപ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോകാനും ചങ്കൂറ്റമുണ്ടായിരുന്ന പത്രാധിപന്മാർ നമുക്കുണ്ടായിരുന്നു. പിന്നീട് ഓർമ്മ വരുന്നത് പത്രാധിപരായിരുന്ന കൗമുദി ബാലകൃഷ്ണനെയാണ്. കാരണം അദ്ദേഹത്തിന്റെ പിതാവ് മുഖ്യമന്ത്രിയായിരുന്ന C. കേശവനാണ്. C. കേശവനെതിരെ എഡിറ്റോറിയൽ എഴുതി, മകൻ എഡിറ്റോറിയൽ എഴുതി. ആ എഡിറ്റോറിയൽ പുറത്തു വന്നതിന്റെ പേരിൽ അച്ഛന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ അച്ഛൻ മകനെ അഭിനന്ദിക്കുകയും മകന് ആ അഭിനന്ദനം ഏറ്റുവാങ്ങുകയുമാണ് ചെയ്തത്. അതാണ് കേരളത്തിലെ മാധ്യമ പാരമ്പര്യം. കാരണം മുഖ്യമന്ത്രിയായ അച്ഛനെതിരെ പോലും പത്രാധിപ കുറിപ്പ് എഴുതാൻ, എഡിറ്റോറിയൽ എഴുതാൻ ധീരതയുണ്ടായിരുന്ന ആ പത്രാധിപന്മാർ. അവിടെയാണ് ഇന്ന് മാസാവസാനം ലഭിക്കുന്ന വേതനത്തിന് വേണ്ടി മാത്രം പേന ഉന്തുന്ന പത്രാധിപന്മാർ നമ്മെ നയിക്കുന്നത്. അതുകൊണ്ടാണ് പത്രസ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്നത്.